ഹാരിസിനെ കരുതിക്കൂട്ടി കുടുക്കാൻ ആരോഗ്യവകുപ്പ്. 20 ലക്ഷം വിലയുള്ള ഉപകരണം കാണാതായെന്ന് ആരോഗ്യമന്ത്രി. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. ഒന്ന്, ജീവിതത്തിൽ സത്യസന്ധത നമ്മൾ എപ്പോഴും പാലിക്കണം. നിങ്ങളൊരു വ്യക്തിയെ, ഞാൻ നിങ്ങളോട് പറയാം, ഒരു വ്യക്തിയെയും ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പാൽപുഞ്ചിരി കൊണ്ടും ജീവിതത്തിലെ ഈ ലാളിത്യം കൊണ്ടും മുൻകൊടുത്തുകൊണ്ടും ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ മനുഷ്യരെന്ന് നിങ്ങളാരും ധരിക്കണം. ഉപകരണം കാണാതായത് ഹാരിസിന്റെ കാലത്തല്ല എന്ന രേഖകൾ, ഉപകരണക്ഷാമം യഥാസമയം അറിയിച്ചില്ല എന്ന വാദവും പൊളിഞ്ഞു. രേഖകൾ പുറത്തുവിട്ട് കണ്ണുകളോടെ ഡോക്ടർ ഹാരിസ്. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്റെ ജീവിതത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ എല്ലാം ചുറ്റും ആളുകളുണ്ട്. വളരെ കെയർ ചെയ്യണം. കാരണം ഇത് നമ്മുടെ ജീവിതം സർക്കാർ സർവീസാണ്. ഒരു നിമിഷം മതി നമ്മുടെ സിവിലിലൊക്കെ സംഭവിക്കാൻ, ഒരു നിമിഷം മതി. ഒടുവിൽ സിസ്റ്റം തളർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഇന്ന് വിതുമ്പിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട മാർച്ചിലും ജൂണിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും HDS സെക്രട്ടറിക്കും ഡോക്ടർ ഹാരിസ് നൽകിയ കത്ത് ഇന്ന് പുറത്തു വന്നു. ഈ കത്തിനപ്പുറത്തേക്ക് ഡോക്ടർ ഹാരിസ് നേരിട്ടൊരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ലെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിലെ ഒരു ആരോപണം. പക്ഷെ കത്ത് നൽകിയ കാലയളവിൽ പോലും ഉപകരണം എത്തിയിട്ടില്ലെന്ന് ഡോക്ടർ. കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിന്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. നോട്ടീസ് സ്വാഭാവികമല്ലേ എന്നാണ് മന്ത്രിയുടെ ചോദ്യം. പുതിയൊരു വിവാദത്തിന് കൂടി ഇന്ന് മന്ത്രി തുടക്കമിട്ടു. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് എന്താണ് അതിന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. യൂറോളജി വിഭാഗത്തിലെ ഓസ്ലോസ്കോപ്പ് കാണാതായത് 2 വർഷം മുമ്പ്. ഡോക്ടർ ഹാരിസ് വകുപ്പ് മേധാവിയായിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. മൂത്രാശയ കല്ല് ചികിത്സയ്ക്കുള്ള ഒരു ഉപകരണം കേടായെന്നും അത് തനിയെ കേടാകാൻ സാധ്യതയില്ലെന്നുമായിരുന്നു വിദഗ്ധ സമിതിക്ക് കിട്ടിയ മൊഴി. ഇതിലൊന്നും ഡോക്ടർ ഹാരിസിന്റെ പങ്ക് വ്യക്തമല്ലാതിരിക്കെ എന്തിന് അദ്ദേഹത്തെ ആരോഗ്യമന്ത്രി സംശയനിഴലിൽ നിർത്തുന്നു എന്നതാണ് പ്രധാന ചോദ്യം. വിവാദം തുടരുമ്പോഴും റിപ്പോർട്ട് പുറത്തുവിടാൻ വകുപ്പ് തയ്യാറായിട്ടില്ല. ഡോക്ടർ ഹാരിസിനും റിപ്പോർട്ട് നൽകിയിട്ടില്ല. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി.